ഇന്ത്യൻ ചിത്രകലയെ ആഗോളതലത്തിൽ ഉയരങ്ങളിലെത്തിച്ചുകൊണ്ട് വിശ്വപ്രസിദ്ധ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ കലാസൃഷ്ടി ലേലവിപണിയിൽ വിസ്മയകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ നടന്ന സാഫ്രോൺ ആർട്ട് സ്പ്രിംഗ് ലേലത്തിൽ രവിവർമ്മയുടെ യശോദയും കൃഷ്ണനും എന്ന കലാസൃഷ്ടി റെക്കോർഡ് തുകയായ 167.2 കോടി രൂപയ്ക്കാണ്, അതായത് ഏകദേശം 17.9 ദശലക്ഷം ഡോളറിനാണ് വിറ്റുപോയത്. ഇതോടെ ഒരു ഇന്ത്യൻ കലാകാരന്റെ സൃഷ്ടിക്ക് ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയെന്ന ചരിത്ര നേട്ടം ഈ ചിത്രത്തിന് കൈവന്നു. കഴിഞ്ഞ വർഷം 118 കോടി രൂപയ്ക്ക് വിറ്റഴിക്കപ്പെട്ട MF ഹുസൈന്റെ ഗ്രാം യാത്ര എന്ന ചിത്രത്തിന്റെ റെക്കോർഡാണ് ഇതോടെ മറികടക്കപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രവിവർമ്മ ക്യാൻവാസിൽ പകർത്തിയ ഈ ചിത്രം മാതൃവാത്സല്യത്തിന്റെ അതിമനോഹരമായ ആവിഷ്കാരമാണ്. പശുവിനെ കറക്കുന്ന യശോദയുടെ അരികിൽ പാല് കുടിക്കുന്നതിനായി പാത്രവുമായി നിൽക്കുന്ന ബാലകൃഷ്ണന്റെ നിഷ്കളങ്കമായ ഭാവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായ സൈറസ് പൂനവാലയാണ് ലേലത്തിലൂടെ ഈ ചിത്രം സ്വന്തമാക്കിയത്. ഭാരതത്തിന്റെ ദേശീയ നിധി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ കലാസൃഷ്ടി വരും കാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും യൂറോപ്യൻ റിയലിസ്റ്റിക് ശൈലിയിൽ സംയോജിപ്പിച്ച രാജാ രവിവർമ്മയുടെ മികവിനുള്ള വലിയ അംഗീകാരമായാണ് ഈ ലേലത്തെ കലാലോകം വിലയിരുത്തുന്നത്. ആഗോള വിപണിയിൽ ഇന്ത്യൻ ദക്ഷിണേന്ത്യൻ കലകൾക്കുള്ള സ്വീകാര്യതയും മൂല്യവും വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വൻതുക. കലാരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രകാരം വലിയ നിക്ഷേപകർ ഇന്ത്യൻ ചിത്രങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് വരും കാലങ്ങളിൽ ഇത്തരം അമൂല്യ സൃഷ്ടികൾക്ക് ഇനിയും വിപണി മൂല്യം വർദ്ധിക്കാൻ കാരണമാകും.